Hi all, welcome to Edfield Learning. നമ്മുടെ കഴിഞ്ഞ മാർച്ച് 2023 കേടെറ്റ് കാറ്റഗറി 2ന് ചോദിച്ചിട്ടുള്ള സൈക്കോളജിയുടെ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സും അതുപോലെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ആ ആൻസർ വന്നത് എന്നുള്ളതും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ പഠന വൈകല്യങ്ങൾ എന്നുള്ള ആ ഒരു ചെറിയ കുഞ്ഞു ടോപ്പിക്കിൽ നിന്നാണ്. ബെഡ് എന്ന് എഴുതുന്നതിന് പകരം ഡെബ്, ഓക്കെ, ബിയും ഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി, എന്നെഴുതുന്ന കുട്ടിയിലെ പഠന വൈകല്യം ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. സോ എ സ്റ്റുഡൻറ് ഹു റൈറ്റ്സ് ഡെബ് ഇൻസ്റ്റെഡ് ഓഫ് ബെഡ് ഹാസ് ദ ഡിസബിലിറ്റി. സോ ഓപ്ഷൻസ് നോക്കാം. എ ഡിസ്ലെക്സിയ, ഓപ്ഷൻ ബി ഡിസ്ഗ്രാഫിയ, ഓപ്ഷൻ സി ഡിസ്കാൽക്കുലിയ, ഓപ്ഷൻ സി ഡിസ്കാൽക്കുലിയ, ഓപ്ഷൻ ഡി ഡിസ്പ്രാക്സിയ. സോ പഠിച്ചവരാണ്, അറിയാം, തെറ്റാനായിട്ട് ഒന്നുമില്ല. ഓപ്ഷൻ ബി ഡിസ്ഗ്രാഫിയാണ്, അതായത് എഴുത്ത് എന്നുള്ള വൈകല്യമാണല്ലോ, അങ്ങനെ തന്നെ ഓർമ്മിച്ച് വെച്ചാൽ മതി. നമ്മൾ ഗ്രാഫ് വരക്കാറല്ലേ ചെയ്യുക, അപ്പോൾ ഗ്രാഫ് വരക്കുമ്പം എഴുത്ത് എന്നുള്ള വൈകല്യമാണെന്ന് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, ഡിസ്ഗ്രാഫിയ, ഗ്രാഫ് വരക്കാറാണല്ലോ, അപ്പോൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയുമ്പം എഴുത്ത് എന്നുള്ള വൈകല്യമാണ്. ഇനി നമുക്ക് നോക്കാം, ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായനാ വൈകല്യമാണ്, വായിക്കാനുള്ള ബുദ്ധിമുട്ട്, അക്ഷരങ്ങൾ മാറിപ്പോവുക, അക്ഷരങ്ങൾ മനസ്സിലാവാണ്ടിരിക്കുക, അത്തരത്തിലുള്ളതൊക്കെയാണ് വായനാ വൈകല്യത്തിൽ വിടാം. ദെൻ ഡിസ്ഗ്രാഫിയ നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡിസ്കാൽക്കുലിയ, പേര് തന്നെയുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഗണിതത്തിലുള്ള വൈകല്യമാണ്. ദെൻ ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ. ഓക്കെ, അതാണ് ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പരിസരവാദി ആരാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പരിസരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഹു among the following is an environmentalist? ഓക്കെ, സോ ഓപ്ഷൻസ് നോക്കാം. ഗോഡാസ്, ഫ്രാൻസിസ് ഗാൾട്ടൺ, ടെർമാൻ, വാട്സൺ. ഓക്കെ, എല്ലാവരെയും നമുക്കറിയാം, കറക്റ്റ് ആൻസർ വാട്സൺ ആണ്, ജെബി വാട്സൺ. സോ നമുക്കറിയാം, ഗോഡാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് ഇൻ്റലിജൻസ് ടെസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള ടെസ്റ്റുകളിൽ ഒരു കോൺട്രിബ്യൂഷൻ തന്നിട്ടുള്ള ആളാണ് നമ്മുടെ ഗോഡാർഡ്. അതുപോലെ ഫ്രാൻസിസ് ഗാൾട്ടൺ, അത് ഫാദർ ഓഫ് ഹ്യൂജനിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് നമ്മുടെ ഫ്രാൻസിസ് ഗാൾട്ടൺ. പിന്നെ വരുന്നത് ടെർമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു IQ ടെസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ലേണേഴ്സ് ടെർമാൻ IQ ടെസ്റ്റ് എന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ. സോ പരിസരവാദി അല്ലെങ്കിൽ എൻവയൺമെൻറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജെബി വാട്സൺ ആണ്, ബിഹേവിയറലിസ്റ്റിൻ്റെ ഒക്കെ വക്താവായിട്ടുള്ള ജെബി വാട്സൺ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേഴ്സണൽ ഡിസ്പൊസിഷൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? സോ ദ ടേം പേഴ്സണൽ ഡിസ്പൊസിഷൻ വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ whom? So first option A Cattell, option B Alport, option C Eysenck, option D Kretschmer. ഓക്കെ, നമുക്കറിയാം പേഴ്സണൽ ഡിസ്പൊസിഷൻ ആദ്യമായിട്ട് യൂസ് ചെയ്തത് ആൽപോർട്ടാണ്. പേഴ്സണൽ ഡിസ്പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെയൊക്കെയാണ് നമ്മുടെ സ്വഭാവം രൂപപ്പെടുന്നത് എന്നാണ് നമ്മുടെ ആൽപോർട്ട് പറഞ്ഞത്. വ്യക്തിത്വം എന്നുള്ള ഭാഗത്ത് വരുന്ന കുറച്ച് തിയറീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ്. സോ ആൽപോർട്ട് പേഴ്സണൽ ഡിസ്പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പേഴ്സണാലിറ്റിക്കും ഓരോ ബിഹേവിയർ ആണ്. അപ്പോൾ ഈ ബിഹേവിയർ രൂപപ്പെടുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലൂടെയാണ് എന്നാണ് നമ്മുടെ ആൽപോർട്ട് പറഞ്ഞത്. അതിന് അദ്ദേഹം ഇട്ട പേരാണ് പേഴ്സണൽ ഡിസ്പൊസിഷൻ. അപ്പോൾ ഈ പേഴ്സണൽ ഡിസ്പൊസിഷൻ എന്താണ്, ഓരോ വ്യക്തിയിലും മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിയാഷെയുടെ അഭിപ്രായത്തിൽ ബുദ്ധി വളർച്ചയുടെ ഘട്ടങ്ങളിൽ കുട്ടികൾ പ്രതീകാത്മക കളികളിൽ ഏർപ്പെടുന്ന ഘട്ടം ഏതാണ്? അതായത് സിംബോളിക് ഗെയിംസ് അല്ലെങ്കിൽ സിംബോളിക് പ്ലേയിൽ ഏർപ്പെടുന്ന ഘട്ടം ഏതാണ്? ആരുടേതാണ് ചോദിച്ചത്? പിയാഷെയുടെ ഘട്ടങ്ങളിലാണ് കേട്ടോ. സോ ഓപ്ഷൻ ആദ്യത്തത് സെൻസറി മോട്ടോർ സ്റ്റേജ്, ദെൻ പ്രീ കൺസെപ്ഷണൽ സ്റ്റേജ്, ഓപ്ഷൻ സി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഓപ്ഷൻ ഡി ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. സോ പഠിച്ചിട്ടുള്ള ആർക്കായാലും അറിയാം, പ്രീ കൺസെപ്ഷണൽ സ്റ്റേജിലാണ് ഇതും കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജും പ്രീ കൺസെപ്ഷണൽ സ്റ്റേജും എപ്പോഴും മാറിപ്പോകും. സോ നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
സോ പിയാഷെയുടെ വൈജ്ഞാനിക ഘട്ടങ്ങളിൽ നമുക്ക് മെയിനായിട്ട് 4 ഘട്ടങ്ങളാണുള്ളത്. സോ ആദ്യത്തേതാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ദ്രിയ ചാലക ഘട്ടം എന്ന് പറയും. അതിൽ പ്രധാനപ്പെട്ടത് മാത്രം നോക്കാം കേട്ടോ. ആബ്സെൻസ് ഓഫ് ലാംഗ്വേജ്, അതായത് കുട്ടിക്ക് പ്രധാനമായിട്ടൊരു ലാംഗ്വേജും കാര്യമൊന്നും ഉണ്ടാവില്ല. എപ്പോഴും കരച്ചിൽ, അധികം വികാരങ്ങളായിരിക്കും, ചിരിക്കുക, കരയുക, അത്തരത്തിലുള്ള വികാരങ്ങളായിരിക്കും. ഓരോ ആക്ഷൻസ് ഉണ്ടാകും, കൈയിട്ടിളക്കുക, കാലിട്ടടിക്കുക, അങ്ങനത്തെ ഒക്കെ ആക്ഷൻസ്. അതാണ് നമ്മുടെ ആബ്സെൻസ് ഓഫ് ലാംഗ്വേജിൽ വരുന്നത്. രണ്ടാമത്തേതാണ് ഡിഫേർഡ് ഇമിറ്റേഷൻ. ഓക്കെ, ഡിഫേർഡ് ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്യുക, എന്താണ്, അനുകരിക്കുക. അതായത് അമ്മ അലക്കാൻ കൊണ്ടുപോകുന്നത് പോലെ വസ്ത്രങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോവുക, അത്തരത്തിലുള്ളതൊക്കെയാണ് ഡിഫേർഡ് ഇമിറ്റേഷനിൽ വരിക. പിന്നെ അതുപോലെ അതൊക്കെ കുഞ്ഞു പ്രായമാണ് കേട്ടോ. അതായത് ആബ്സെൻസ് ഓഫ് ലാംഗ്വേജ് ആണ്, ലാംഗ്വേജ് ഇല്ലാത്ത കാലത്തുള്ളതാണ്, കുറച്ച് വലുതായിട്ടല്ല. ഇപ്പോൾ ഒരു 3-4 വയസ്സായ കുഞ്ഞുങ്ങളൊക്കെ ഇത്തരത്തിൽ ചെയ്യുന്നത് കാണും. അതല്ല, ഇതേതാണ്, നന്നേ കുഞ്ഞു മക്കളായിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ അതുപോലെ ഈ അമ്മ ഇങ്ങനെ ആക്കുമ്പോൾ കുഞ്ഞിങ്ങനെ ആക്കുക, ചെറിയ മക്കൾ ചെയ്യുന്ന കാര്യമാണ് ഈ ഭാഗത്തിൽ വരിക, നമ്മുടെ സെൻസറി മോട്ടോർ സ്റ്റേജിൽ വരിക. ഇനി അടുത്തതാണ് ആബ്സെൻസ് ഓഫ് ഒബ്ജക്റ്റ് ഇംപെർമനൻസ്. അടുത്തതാണ് ആബ്സെൻസ് ഓഫ് ഒബ്ജക്റ്റ് ഇംപെർമനൻസ്. അതായത് നമ്മളിപ്പം കുഞ്ഞുമക്കളെ ഒരു സാധനം കൊടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞിട്ട് അത് കാക്ക കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ കുട്ടികൾ അത് ഇല്ല എന്ന് വിചാരിക്കുമല്ലോ, അത്തരത്തിലുള്ളേക്ക ആ ഒരു സ്റ്റേജ്. ഓക്കെ, അപ്പോൾ സെൻസറി മോട്ടോർ സ്റ്റേജിൽ പ്രധാനമായിട്ടും വരുന്ന 3 എണ്ണമാണ് ആബ്സെൻസ് ഓഫ് ലാംഗ്വേജ്, ഡിഫേർഡ് ഇമിറ്റേഷൻ, അതുപോലെ ആബ്സെൻസ് ഓഫ് ഒബ്ജക്റ്റ് ഇംപെർമനൻസ്. ഓക്കെ, അടുത്ത ഘട്ടമാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. സോ ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിനെ 2 ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്, പ്രീ കൺസെപ്ഷണൽ സ്റ്റേജും അതുപോലെ ഇൻഡ്യൂട്ടീവ് സ്റ്റേജും. അപ്പം നമുക്ക് ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നത് ഏതാണ്, ഈ ഭാഗത്തു നിന്നാണ് അല്ലേ, സിംബോളിക് ആണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വേണമെങ്കിൽ നോക്കാം അല്ലേ. സിംബോളിക് പ്ലേ എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാ സിംബോളിസം വരുന്നത് ഏത് സ്റ്റേജിലാണ്, നമ്മുടെ പ്രീ കൺസെപ്ഷണൽ സ്റ്റേജിലാണ്. നേരെ മറിച്ച് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഓപ്ഷനിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്ന് ഓപ്ഷൻ എ തന്നിട്ടുണ്ടാകും, ഓപ്ഷൻ ബി പ്രീ കൺസെപ്ഷണൽ സ്റ്റേജ് ഉണ്ടാകും, ഓപ്ഷൻ സി ഇൻഡ്യൂട്ടീവ് സ്റ്റേജ് ഒക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഓപ്ഷൻ മുഴുവൻ വായിക്കാണ്ട് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് കാണുമ്പോൾ പോയിട്ട് ബബിൾ ചെയ്യും. പക്ഷേ എന്താണ്, നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ക്വാളിഫൈഡ് ആവുക അല്ലേ. അപ്പം സ്വാഭാവികമായിട്ടും ആൻസർ ആയിട്ട് വരിക പ്രീ കൺസെപ്ഷണൽ സ്റ്റേജ് ആയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓപ്ഷൻ മുഴുവൻ വായിച്ചിട്ടേ നമ്മൾ ബബിൾ ചെയ്യാൻ പോകാവൂ. സോ അടുത്തത് വരുന്നതാണ് ഇൻഡ്യൂട്ടീവ് സ്റ്റേജ്. ഓക്കെ, പ്രീ കോൺസെപ്ഷണൽ സ്റ്റേജിൽ അടുത്ത് വരുന്നതാണ് ഈഗോസെൻട്രിസം, അതായത് അഹം കേന്ദ്രീകൃത ചിന്ത. ഈ സാധനങ്ങളൊക്കെ എൻ്റെതാണ്, ഇതൊക്കെ എൻ്റെ കളിപ്പാട്ടാണ്, വേറെ ആർക്കും കൊടുക്കാത്തൊരു ആ ഒരു സ്റ്റേജ്. പിന്നെ അമ്മയുടെ ബാഗ്, ഇത് എൻ്റെ അമ്മയുടെ ബാഗാണ്, വേറെ ആരും തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഓക്കെ, അതാണ് ഏത് ഈഗോസെൻട്രിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്ത സ്റ്റേജാണ് ഇൻഡ്യൂട്ടീവ് സ്റ്റേജ്, അതായത് 4 to 7 ഏജ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് ലാക്ക് ഓഫ് കൺസർവേഷൻ, ലാക്ക് ഓഫ് ഇറിവേഴ്സിബിലിറ്റി, അനിമിസം, റിയലിസം. അപ്പോൾ ഇതൊന്നും ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. കുട്ടിക്ക് തിരിച്ച് ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ലാത്തൊരു ഏജ്, അതായത് എന്താണ്, ഇതെൻ്റെ അമ്മയാണ്, അപ്പോൾ ഇതെൻ്റെ ഇതെൻ്റെ അച്ഛൻ്റെ ഭാര്യയാണ്, അത്തരത്തിൽ ചിന്തിക്കാനുള്ള കഴിവൊന്നും ഈ ഏജിൽ കുട്ടിക്ക് ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ലാക്ക് ഓഫ് ഇറിവേഴ്സിബിലിറ്റി, തിരിച്ച് ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല. സോ അടുത്ത് വരുന്നതാണ് അനിമിസം. അനിമിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കുട്ടി ഇപ്പോൾ എക്സാമ്പിൾ പറയാം, പാവക്കുട്ടിയെ എടുത്തിട്ട് എന്താണ് ഉറക്കുക, പിന്നെ പാല് കൊടുക്കുക, ഇത്തരത്തിലുള്ളതൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ടൈൽസിൻ്റെ പീസ് എടുത്തിട്ട് ഫോണാക്കി വിളിക്കുക, അത്തരത്തിലുള്ളതൊക്കെയാണ് അനിമിസത്തിൽ വരിക. പിന്നെ വരുന്നത് റിയലിസം. റിയലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സൂപ്പർ ഹീറോസ്, സ്പൈഡർമാൻ, സൂപ്പർമാൻ, അല്ലെ കുട്ടികളുടെ ചോട്ടാ ഭീം, ഇവരൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്, അതായത് കാർട്ടൂൺ ആണ് എന്നുള്ളൊരു ചിന്തയൊന്നും ഇല്ലാണ്ട് ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നവരാണ് എന്നൊക്കെയുള്ള ആ ഒരു തോന്നൽ, അതാണ് റിയലിസം. എല്ലാം റിയൽ ആണ് എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ അതാണ് ഇൻഡ്യൂട്ടീവ് സ്റ്റേജിൽ വരുന്നത്.
അടുത്ത സ്റ്റേജ് വരുന്നതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഒന്നുമില്ല, അതിൽ സ്റ്റഡി ഓഫ് ക്ലാസിഫിക്കേഷൻ, സീരിയേഷൻ എബിലിറ്റി ഒക്കെ കിട്ടും. വർഗീകരിക്കാനും ക്ലാസിഫൈ ചെയ്യാനുള്ളൊക്കെ എബിലിറ്റി, കഴിവ് കുട്ടിക്ക് കിട്ടും. ദെൻ ലാസ്റ്റ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേജ് ആയി. കുട്ടി നല്ല മുതിർന്ന് നന്നായിട്ട് സംസാരിക്കും, എല്ലായിടത്തും നല്ല രീതിയിൽ പെരുമാറും, ഇടപഴകും. ആ ഒരു അഡൾട്ട് ഫോം ഓഫ് സ്റ്റേജ്, അതാണ് നമ്മുടെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ അതാണ് 4 പിയാഷെയുടെ ഘട്ടങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ഏത് മെക്കാനിസം ആണെന്നാണ് ക്വസ്റ്റ്യൻ. So, Sorgraphism comes under the adjustment mechanism. Option A, പ്രക്ഷേപണം അല്ലെങ്കിൽ പ്രൊജക്ഷൻ. ഓപ്ഷൻ ബി, യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷൻ. ഓപ്ഷൻ സി, പ്രതിപൂർത്തി കോമ്പൻസേഷൻ. ഓപ്ഷൻ ഡി, ദമനം അല്ലെങ്കിൽ റിപ്രഷൻ. സോ ആൻസർ വരുന്നത് യുക്തീകരണമാണ്. നമുക്കറിയാം, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു തൊഴിലിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ തൊഴിലിൻ്റെ മഹാത്മ്യം പറഞ്ഞ് നടക്കുക, അല്ലെങ്കിൽ ആ തൊഴിലിൻ്റെ ഓവർലോഡ് പറഞ്ഞ് നടക്കുക. ഓക്കെ, അത്തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ആണ് ഈ റാഷണലൈസേഷൻ അല്ലെങ്കിൽ യുക്തീകരണത്തിൽ വരുന്നത് കേട്ടോ. സോ ഇനി പ്രക്ഷേപണം എന്താണെന്ന് നോക്കാം. സ്വയം കുറ്റവിമുക്തനാവാൻ മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കുക. എക്സാമ്പിളാണ് ക്വസ്റ്റ്യൻ പേപ്പർ എക്സാമിൽ മാർക്ക് കുറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആളെ പഴി പറയാം. ഓക്കെ, അതാണ് നമ്മുടെ പ്രക്ഷേപണത്തിൽ വരുന്നത്. പിന്നെ യുക്തീകരണം ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇഷ്ടമില്ലാത്ത കുറ്റബോധത്തെ ലഘൂകരിക്കാനായിട്ട് ന്യായീകരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ യുക്തീകരണത്തിൽ വരുന്നത്. അപ്പം അതിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, സോർഗ്രേപ്പിസവും സ്വീറ്റ് ലെമണിസവും. സോർഗ്രേപ്പിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞത് ഇഷ്ടമില്ലാത്ത തൊഴിലിൽ എത്തിപ്പെട്ടിട്ട് പിന്നെ ആ തൊഴിലിൻ്റെ മഹാത്മ്യം പറഞ്ഞു നടക്കുക. നേരെ മറിച്ച് സോർഗ്രേപ്പിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്ത തൊഴിലിൽ എത്തിപ്പെട്ടിട്ട് പിന്നെ ആ തൊഴിലിനെ കുറിച്ചിട്ട് അതിൻ്റെ ഓവർലോഡാണ്, ഇവിടെ ഇങ്ങനെ വർക്കാണ് അങ്ങനെ വർക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കുറ്റം പറഞ്ഞു നടക്കുക. ഓക്കെ, സംഭവം ഇയാൾക്ക് ഈ തൊഴിലേ ഇഷ്ടമില്ല, പക്ഷെ അതിനല്ല പറയുന്നത്, അവിടുത്തെ ബോസിനെയോ അങ്ങനത്തെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും കുറ്റം പറയുക. അതാണ് ഏത് സോർഗ്രേപ്പിസം. നേരെ മറിച്ച് സ്വീറ്റ് ലെമണിസം ആണെങ്കിലോ ഇഷ്ടമില്ലാത്തൊരു ജോബിൽ എത്തിപ്പെട്ടു. ഓക്കെ, ഇപ്പം ടീച്ചിങ് ഇഷ്ടമല്ല, പക്ഷേ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം TTC എടുത്തു, സ്കൂളിൽ കയറി. കുട്ടികളെ ഒന്നും തീരെ ഇഷ്ടമല്ലാത്ത ആളാണ്, പക്ഷേ പിന്നെ എന്ത് ചെയ്യുക, ടീച്ചിങ്ങിനെ കുറിച്ചിട്ട് പൊക്കി പറഞ്ഞ് നടക്കുക. കുട്ടികളായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ നല്ല രസമാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞ് നടക്കുന്നതാണ് സ്വീറ്റ് ലെമണിസം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ യുക്തീകരണത്തിൽ വരുന്നത്. എന്നാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ വന്നത് കേട്ടോ. സോ അടുത്തതാണ് പ്രതിപൂർത്തി, അതായത് മാനസികമായ ഒരു ന്യൂനത പരിഹരിക്കാൻ മറ്റൊരു മേഖലയിൽ മികച്ചു നിൽക്കുക. അപ്പം നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകും, പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടി കായിക മേഖലയിൽ മുന്നോട്ടായിരിക്കും. അത്തരത്തിലുള്ളതാണ് പ്രതിപൂർത്തിയിൽ വരുന്നത്. പ്രതിപൂർത്തി ഇവിടെ ഇല്ലാത്തത് വേറെ സ്ഥലത്ത് പൂർത്തിയാക്കാം. ഓക്കെ, ദെൻ ദമനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത അസുഖകരമായിട്ടുള്ള ഓർമ്മകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ മനഃപൂർവ്വം മറക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അത് നമ്മുടെ അബോധ തലത്തിലോട്ടാണ് തള്ളിവിടുന്ന ഒരു പ്രോസസ്സാണ് ദമനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിപ്രഷൻ എന്ന് പറയും. ഓക്കെ, അപ്പം അത് 4ആണ് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ, വേർത്തിമർ എന്ന പേര് ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? The name Wertheimer is related to the learning theory, conditioning, ഉൾക്കാഴ്ച സിദ്ധാന്തം, ട്രൈഡ് ആൻഡ് എറർ, കൺസ്ട്രക്റ്റിവിസം. ഓക്കെ, നമുക്കറിയാം ഉൾക്കാഴ്ച സിദ്ധാന്തത്തിൻ്റെ ആളാണ് നമ്മുടെ മാക്സ് വേർത്തിമർ. ഓക്കെ, അടുത്തത്, എല്ലാ ജീവജാലങ്ങളും നിലവിലുള്ള സന്തുലിതാവസ്ഥയിൽ തുടരാൻ ഇഷ്ടപ്പെടുന്നു. ഈ ആശയം നിർദ്ദേശിച്ചത് ആരാണെന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. Every living organism would like to remain in the existing state of equilibrium. This concept was proposed by Pavlov, Kohlberg, Vygotsky, Piaget. Okay, so സ്വാഭാവികമായിട്ടും ആരാണ്? പിയാഷെ അല്ലേ? നമുക്കറിയാം ഇക്വിലിബ്രിയവും അസിമുലേഷനും അക്കമഡേഷനും ഇക്വിലിബ്രിയം ഒക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് പിയാഷെ. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ഒരു ലോജിക്കും കൂടി ഉപയോഗിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈവറ്റ് സ്പീച്ച് എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ പ്രൈവറ്റ് സ്പീച്ച് കാണുമ്പോൾ ആലോചിക്കുക, ഇതെന്തോ ഒരു സംസാരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സ്പീച്ച് ഉണ്ടല്ലോ, അത്തരത്തിൽ ആലോചിക്കാം. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ചോംസ്കി, കോൾബർഗ്, വൈഗോട്സ്കി, പിയാഷെ. അപ്പം നമുക്കറിയാം കോൾബർഗും പിയാഷെയും സ്പീച്ചായിട്ട് ബന്ധപ്പെട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവർ രണ്ടുപേരുമാണ് ഉള്ളത്. അപ്പം അതിൽ നമ്മുടെ വൈഗോട്സ്കി പറഞ്ഞിട്ടുള്ളതാണ് ഏത്?
പേഴ്സണൽ സ്പീച്ച് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പീച്ച്. പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഒരു 2, 3, 4 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ സ്വന്തമായിട്ട് ഇങ്ങനെ സംസാരിക്കുമല്ലോ, അവരെന്തോ കളിക്കായിരിക്കും, പക്ഷേ ആത്മത്തോട് എന്താ പറയുക, സ്വന്തത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടായിരിക്കും അവർ കളിക്കുന്നത്. അതാണ് പ്രൈവറ്റ് സ്പീച്ച് കേട്ടോ. അപ്പം ആ ടേം കൊണ്ടുവന്നിട്ടുള്ള ആളാണ് നമ്മുടെ വൈഗോട്സ്കി. അടുത്ത ക്വസ്റ്റ്യൻ, വൈകാരിക അസ്ഥിരതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് ഏജ് ഗ്രൂപ്പാണെന്നാണ്. എ പീരിയഡ് ഓഫ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, ശൈശവം, ഓപ്ഷൻ ബി ആദിബാല്യം, ഓപ്ഷൻ സി കൗമാരം, ഓപ്ഷൻ ഡി യൗവനം. ഓക്കെ, സോ ഓപ്ഷൻ സി കൗമാരാണ്. സംഘട്ടനങ്ങളും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു ഏജാണ് പീരിയഡ് ഓഫ് ഇമോഷണൽ. നമ്മൾ ആൾറെഡി കൗമാരപ്രായത്തിലോട്ട് എത്തുമ്പം അഡോളസൻസ് ഏജ് ആയല്ലോ, നമ്മുടെ ഹോർമോണൽ ചേഞ്ച് ഉണ്ടാകും, നമ്മുടെ ശാരീരികമായിട്ടുള്ള കുറേ മാറ്റങ്ങൾ സംഭവിക്കും, എല്ലാ കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് തന്നെ ഹോർമോണൽ ലെവലിങ്ങിന് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഇമോഷനെ ബാധിക്കും അല്ലേ. ചിലപ്പോൾ നമുക്ക് വെറുതെ ഇരുന്ന് കരയാൻ തോന്നും, ചിലപ്പോൾ ഒന്നുമില്ല നമ്മളുണ്ടാവും ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ചിരിക്കുന്നു. അത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ കൗമാര കാലഘട്ടം. ഓക്കെ, സോ അടുത്തത് ബോണ്ട് തിയറി ഓഫ് ലേണിംഗ് നിർദ്ദേശിച്ചത് ആരാണെന്നാണ്. ഓപ്ഷൻ എ പാവ്ലോ, ഓപ്ഷൻ ബി തൊണ്ടൈക്ക്, ഓപ്ഷൻ സി സ്കിന്നർ, ഓപ്ഷൻ ഡി ബന്ദൂര. നമുക്കറിയാം ബന്ധന നിയമം അല്ലെങ്കിൽ ബോണ്ട് തിയറി കൊണ്ടുവന്നതാണ് തൊണ്ടൈക്ക് അല്ലേ. സോ നമ്മുടെ പാവ്ലോ, തൊണ്ടൈക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് ശ്രമപരാജയ. ഇതിൻ്റെ വേറെ പേരാണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്തം വിട്ട് നിൽക്കരുത്. സോ ഇദ്ദേഹം തൊണ്ടൈക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് ശ്രമപരാജയ സിദ്ധാന്തം അല്ലെങ്കിൽ ബന്ധന നിയമം അല്ലെങ്കിൽ ബോണ്ട് തിയറി. അതുപോലെ സ്കിന്നർ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്, അതുപോലെ പ്രവർത്തനാനുബന്ധന തിയറി എന്ന് പറയും. ആൽബർട്ട് ബന്ദൂര കൊണ്ടുവന്നിട്ടുള്ളതാണ് നിരീക്ഷണ പഠന സിദ്ധാന്തം. അതുപോലെ നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് കൊണ്ടുവന്നിട്ടുള്ള ആളാണ് നമ്മുടെ പാവ്ലോ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസ്സിൽ പരീക്ഷണം നടത്തുന്നതിനിടയിൽ അധ്യാപിക കുട്ടികളോട് ചോദ്യം ചോദിക്കുന്നു. ഈ മൂല്യനിർണ്ണയം ഏതാണ്? അപ്പോൾ പരീക്ഷണം നടത്തുന്നതിനിടയിലാണ് ചോദിക്കുന്നത്, അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സോ ഓപ്ഷൻ എ ആത്യന്തിക മൂല്യനിർണ്ണയം അല്ലെങ്കിൽ സമ്മേറ്റീവ് വാല്യുവേഷൻ, ഓപ്ഷൻ ബി സമഗ്ര മൂല്യനിർണ്ണയം അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ്, ഓപ്ഷൻ സി സംരചന മൂല്യനിർണ്ണയം അല്ലെങ്കിൽ ഫോർമേറ്റീവ്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. സോ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഫോർമേറ്റീവ് അസസ്മെന്റ് അല്ലെങ്കിൽ സംരചന മൂല്യനിർണ്ണയം. അപ്പോൾ ഇനി ബാക്കിയുള്ളത് എന്താണെന്ന് നോക്കാം. സോ ആദ്യം വന്ന സമ്മേറ്റീവ് എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ട്, അതായത് സമ്മാണ്. എന്താണ്? ഒരു യൂണിറ്റും കാര്യം അല്ലെങ്കിൽ ഒരു യൂണിറ്റും പാഠഭാഗമൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അധ്യാപിക നടത്തുന്ന ടെസ്റ്റോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കലോ ഒക്കെയാണ് സമ്മേറ്റീവ് ഇവാലുവേഷനിൽ വരിക. ഓക്കെ, സമ്മാണ് ആലോചിക്കുക. ആത്യന്തിക മൂല്യനിർണ്ണയത്തിൽ വരികയാണ് ഏത്? എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു യൂണിറ്റ് ടെസ്റ്റോ കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ് സമ്മേറ്റീവ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് പിറ്റത്തെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. ഇതാണ് ഏത്? ഫോർമേറ്റീവ് അല്ലെങ്കിൽ സംരചന മൂല്യനിർണ്ണയം. ഓക്കെ, അപ്പം നമുക്കറിയാം ഇവിടെ ക്വസ്റ്റ്യൻ വന്നത് എന്താ? പരീക്ഷണം നടത്തുന്നതിനിടയിലാണ് അധ്യാപിക ചോദ്യം ചോദിക്കുന്നത് അല്ലേ. അപ്പം ഇത് പരീക്ഷണം എത്രത്തോളം കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതൊക്കെ നോക്കാനും വേണ്ടിയിട്ടായിരിക്കും. സോ ആൻസർ വരിക ഫോർമേറ്റീവ് ആണ്. അപ്പം സമ്മേറ്റീവും ഫോർമേറ്റീവും മാറിപ്പോവരുത്. സമ്മേറ്റീവ് ഓർമ്മിച്ച് വെക്കാൻ സുഖമാണ്. എന്താണ്? സമ്മാണ്. ഈ പഠിച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കുകയാണ്. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. ഫോർമേറ്റീവ് ഇവാലുവേഷൻ നമ്മൾ പറഞ്ഞു, പഠന പ്രക്രിയയിൽ കുട്ടികളുടെ നേട്ടങ്ങളെ തുടർച്ചയായും ഘട്ടം ഘട്ടമായും വിലയിരുത്തുന്ന സമ്പ്രദായമാണ്. അതുപോലെ ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം ട്രെയിനിങ് ടീച്ചേഴ്സ് വരുമ്പോൾ ഫീഡ്ബാക്ക് എഴുതിപ്പിക്കുന്ന ആ ഫീഡ്ബാക്ക് മാത്രമല്ല, ഏതാണ്? ഈ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും പിന്നെ അതുപോലെ എന്താണ് എക്സാം നടത്തുന്നതും ഒക്കെ ഏതിൽ വരും? ഫീഡ്ബാക്കിൽ വരും കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ LP ക്ലാസ്സുകളിൽ പൊതുവേ നമ്മുടെ കുഞ്ഞു മക്കളല്ലേ, അപ്പോൾ നമുക്ക് എത്രത്തോളം കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാവാനും വേണ്ടിയിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് കുട്ടികളോട് എടുത്തതെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ LPയിൽ പ്രാവർത്തികമാക്കുന്ന ഒന്നാണ് ഫോർമാറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ സംരചന മൂല്യനിർണ്ണയം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബുദ്ധിമാപനത്തിനുള്ള കൾച്ചർ ഫെയർ ടെസ്റ്റ് നിർമ്മിച്ചത് ആരാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഓപ്ഷൻസ് എ കാറ്റൽ, ഓപ്ഷൻ ബി ഭാട്ടിയ, ഓപ്ഷൻ സി വെച്ച്ലർ, ഓപ്ഷൻ ഡി
ബിന് ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ കാറ്റിലാണ്. ഓക്കെ, അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ, എറിക് എറിക്സണിന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയിൽ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പ്രായം ഏതാണ്? എറിക് എറിക്സണ് VIP ആണ്. അദ്ദേഹത്തിന്റെ ഒരു 8-9 എന്താ പറയുക റോൾ ഓരോ ഏജിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഏത് ഏജിലാണ് കുട്ടിക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. സോ according to Erik Erikson, identity versus role confusion occurs in an individual in the age. Okay, ഏത് ഏജിലാണെന്നാണ്? ഓപ്ഷൻ എ 12 മുതൽ 18 വരെ, ഓപ്ഷൻ ബി 3 മുതൽ 5 വരെ, ഓപ്ഷൻ സി 18 മുതൽ 40 വരെ, ഓപ്ഷൻ ഡി 5 മുതൽ 12 വരെ. ഓക്കെ, അപ്പം നമുക്ക് ഇതല്ലാന്ന് എന്തായാലും ഉറപ്പിക്കാം. കാരണം 18 മുതൽ 40 വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഏജ് ഗ്യാപ്പ്, ഇതിൻ്റെ ഇടയിൽ കുറേ ഏജുകൾ വരുന്നുണ്ട്, അതായത് ഏജ് ഗ്രൂപ്പ് വരുന്നുണ്ടല്ലോ, കൗമാരം വരുന്നുണ്ട്, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഒരു യൗവന കാലഘട്ടം വരുന്നുണ്ട്. അതുകൊണ്ട് ഇതല്ലാന്ന് നമ്മൾ എന്ത് ചെയ്യാം, ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ഉറപ്പിച്ച് വെക്കാം. ഓക്കെ, സോ കറക്റ്റ് ആൻസർ വരുന്നത് 12 മുതൽ 18 വരെ എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് കോൾബർഗിൻ്റെ ചാർട്ട് എറിക്സണിൻ്റെ സൈക്കോളജിക്കൽ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇൻഫൻസി 0 to 1 ഇയർ ആണ്. അതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് ദ ബേസിസ് നീഡ്സ്, അതായത് കുട്ടിക്ക് എന്താണ് അവിടെ കുട്ടിക്ക് ആകെ ഉള്ള ഒരാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയായിരിക്കും, അല്ലെങ്കിൽ അമ്മയോടായിരിക്കും ഇൻറ്റിമസി കൂടുതൽ. അതുകൊണ്ട് തന്നെ ലവും അഫെക്ഷനും പിന്നെന്താ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നൊരു ഏജ് ആയിരിക്കും. സോ അവിടെ വരുന്നതാണ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഓക്കെ, ഇൻഫൻസി ഏജിൽ വരുന്നതാണ് 0 to 1 ഇയർ ആണ്. ഇപ്പം ഈ ക്വസ്റ്റ്യൻ നോക്കുക ഏജ് വെച്ചിട്ടാണ് ചോദിച്ചത്, അല്ലാണ്ട് പേരല്ല, ഇൻഫൻസി അഡൾട്ട് അങ്ങനെയല്ല ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ടും നോക്കി വെക്കണം. ഓക്കെ, അപ്പോൾ 0 to 1 ഇയറിൽ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ് വരിക. ദെൻ ഏർലി ചൈൽഡ്ഹുഡിനെ 3 തരം തിരിച്ചിട്ടുണ്ട്. ഏർലി ഉണ്ട്, മിഡിൽ ഉണ്ട്, ലേറ്റർ ഉണ്ട്. സോ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 to 3 ഇയേഴ്സ് ആണ് വരിക. ഓക്കെ, അതിൽ വരുന്നതാണ് ഓട്ടോണമി വേഴ്സസ് ഷെയിം ഓർ ഡൗട്ട്. അതായത് നമ്മൾ എന്താണ് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. നമുക്കറിയാം കുഞ്ഞു മക്കളൊക്കെ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നോക്കുക, നമുക്ക് ഇരട്ടി പണി ഉണ്ടാവുമെങ്കിലും സ്പൂണൊക്കെ വെച്ചിട്ട് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നോക്കുക, അത്തരത്തിലുള്ളതൊക്കെ ചെയ്യുന്ന ആ ഒരു ഏർലി ചൈൽഡ്ഹുഡ്. അപ്പോൾ അവിടെ വരുന്നതാണ് ഓട്ടോണമി വേഴ്സസ് ഷെയിം അല്ലെങ്കിൽ ഡൗട്ട്. ദെൻ പ്ലേ ഏജ്. ഓക്കെ, പ്ലേ ഏജ് എന്ന് പറയുമ്പോൾ 3 to 6 ആണ്. ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്, അതായത് കുട്ടി പ്ലേ ഏജ് ആണ്, കളിക്കാൻ തുടങ്ങുന്ന പ്രായമാണ്. അപ്പം എന്ത് ചെയ്യും, കുട്ടി ചാടി കയറി മറിയാനും കാര്യങ്ങളൊക്കെ തുടങ്ങും. അവിടുന്ന് എന്തെങ്കിലും പറ്റുമ്പോൾ എന്ത് ചെയ്യും, കുട്ടിക്ക് തന്നെ സ്വന്തമായിട്ട് കുറ്റബോധം തോന്നും. അതാണ് എന്ത്, ഇനീഷ്യേറ്റീവ് എടുക്കും, എല്ലായിടത്തും മുൻപിട്ട് ചാടും, പക്ഷെ എന്തെങ്കിലും പറ്റുമ്പോൾ എന്താവും, കുറ്റബോധം തോന്നും, ഗിൽട്ട് തോന്നും. ഓക്കെ, അതാണ് നമ്മുടെ പ്ലേ ഏജിൽ വരുന്നത്. അടുത്ത വരുന്നതാണ് സ്കൂൾ ഏജ്. എന്ത് ചെയ്തു, 7 to 11 ഏജ് ആണ്, കുട്ടി സ്കൂളിലോട്ട് പോകാൻ തുടങ്ങി. അപ്പം ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, കുട്ടി ഒരു പുതിയ അന്തരീക്ഷം പരിചയപ്പെടാണ് അല്ലേ, അപ്പം ഒരു പുതിയ ഇൻഡസ്ട്രി പരിചയപ്പെടാണ്. അപ്പോൾ കുട്ടിക്ക് എന്തുണ്ടാകും, കുറേ ഇൻഫീരിയോറിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇവിടുന്ന് സെൽഫ് കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് കിട്ടുന്ന ഒരു ഏരിയയാണ് നമ്മുടെ സ്കൂൾ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്ത വരുന്നതാണ് അഡോളസെൻസ്, നമ്മുടെ കൗമാരപ്രായം. അത് 12 to 18 ഇയേഴ്സ് ആണ്. അതിൽ ഐഡൻറ്റിറ്റി വേഴ്സസ് കൺഫ്യൂഷൻ. നമ്മൾ അഡൾട്ട് ആവുകയാണല്ലോ, അഡോളസെൻസ് ആണ്, അഡൾട്ട് ആവുകയാണ്, ഞാൻ ഏതാണ് ജെൻഡർ, മെയിലാണോ ഫീമെയിലാണോ, ഇത്തരത്തിൽ ഐഡൻറ്റിറ്റി വേഴ്സസ് കൺഫ്യൂഷൻ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, അത്തരത്തിലുള്ളൊക്കെ ഒരു എന്താ പറയുക കൺഫ്യൂഷൻ വരുന്നൊരു ഏജാണ് ഏത്, നമ്മുടെ അഡോളസെൻസ് ഏജ്. സോ അടുത്ത് വരുന്നതാണ് ഏർലി അഡൾട്ട്ഹുഡിനെ തന്നെ നമ്മൾ ആദ്യമായിട്ടുള്ളതാണ് ഏർലി അഡൾട്ട്ഹുഡ്. അതായത് നമ്മൾ യൗവനകാലം എന്ന് പറയുമല്ലോ, കല്യാണമൊക്കെ കഴിക്കാനായി അല്ലെങ്കിൽ കല്യാണമൊക്കെ കഴിച്ചിട്ടുള്ള ആ ഒരു ഏജ്. സോ അത് 9 to 29 ഇയേഴ്സ് ആണ്. ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ വരുന്ന കാലം. ദെൻ മിഡിൽ ഏജ് എന്ന് പറയുമ്പോൾ 30 to 60 അല്ലെങ്കിൽ 64 65 ആ ഒരു ഏജ്. ഓക്കെ, അതായത് ഏകദേശം പ്രാരാബ്ധങ്ങളൊക്കെ കഴിഞ്ഞു, എങ്ങനെ ഒന്ന് സെറ്റിലായി എന്ന് പറയല്ലോ, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. സോ അപ്പം വരുന്നതാണ് ജനറേറ്റിവിറ്റി വേഴ്സസ് ടാംഗ്ലൻ. ഓക്കെ, അടുത്തത് ഓൾഡ് ഏജ്, വയസ്സായി, ഇനി എന്താണ് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ജോലിയൊക്കെ കഴിഞ്ഞു, ആ ഒരു ഏജൊക്കെ കഴിഞ്ഞു, ഒരു റെസ്റ്റ് എടുക്കുന്ന ആ ഒരു കാലം. അതാണ് 65 ഓൺവേർഡ്സ് എന്ന് കൊടുത്തിട്ടുള്ളത്. അത് ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ. ഓക്കെ, ചിലപ്പോൾ ചിലർക്ക് ഭയങ്കര സംതൃപ്തി ആയിരിക്കും ആ ഏജിൽ, ഇതുവരെ അങ്ങോട്ട് പിന്നോട്ട് നോക്കിയാൽ ചിലർക്ക് നല്ല സംതൃപ്തി ആയിരിക്കും,
ചിലർക്ക് ഭയങ്കര ഡെസ്പെയർ ആയിരിക്കും, എന്താണ് നിരാശയായിരിക്കും. സോ ഓക്കെ, ഇതാണ് എറിക്സണിൻ്റെ സൈക്കോളജിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അടുത്ത ക്വസ്റ്റ്യൻ, പ്രോഗ്രാംഡ് ലേണിംഗ് ആരുടെ പഠന സിദ്ധാന്തത്തെ ആസ്പദമാക്കിയാണ്? പ്രോഗ്രാംഡ് ലേണിംഗ് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? നമുക്കറിയാം. ഓപ്ഷൻ എ പാവ്ലോ, ഓപ്ഷൻ ബി സ്കിന്നർ, ഓപ്ഷൻ സി കൊഫാക്കർ, ഓപ്ഷൻ ഡി ബന്ദൂര. നമുക്കറിയാം ഓപ്ഷൻ ബി സ്കിന്നറുടെ കോൺസെപ്റ്റ് ആണ് ഏത്? പ്രോഗ്രാംഡ് ലേണിംഗ്. പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു ഭാഗത്തെ ചെറിയ 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 ഭാഗങ്ങളാക്കിയിട്ട് പഠിക്കുക, അതാണ് പ്രോഗ്രാംഡ് ലേണിംഗ് കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ, പ്രഭാതത്തിൽ കണ്ട വെള്ള റോസാപ്പൂവിന്റെ ചിത്രം പെൺകുട്ടിയുടെ മനസ്സിലുണ്ട്, ഇതിന്റെ കാരണം എന്താണെന്നാണ്? സോ ദ ഇമേജ് ഓഫ് ദ വൈറ്റ് റോസ് ദ ഗേൾ സോ ഇൻ ദ ഏർലി മോർണിംഗ് ഈസ് ഇൻ ഹെർ മൈൻഡ്. ദിസ് ഈസ് ഡ്യൂ ടു ഓപ്ഷൻ എ സംവേദനം അല്ലെങ്കിൽ സെൻസേഷൻ, ഓപ്ഷൻ ബി യുക്തിചിന്ത, ഓപ്ഷൻ സി സർഗാത്മകത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി, ഓപ്ഷൻ ഡി അവബോധം അല്ലെങ്കിൽ പെർസെപ്ഷൻ. സോ കറക്റ്റ് ആൻസർ വരുന്നത് അവബോധം, പെർസെപ്ഷൻ ആണ്. ഇനി ഇത് എങ്ങനെ വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സെൻസ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ് സെൻസ് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഈ പെണ്ണ് എൻ്റെ കയ്യിൽ ടച്ച് ചെയ്തു. അപ്പോൾ ടച്ച് ചെയ്തു എന്നുള്ള, പെണ്ണ് ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സിഗ്നൽ എൻ്റെ ബ്രെയിനിലോട്ട് പോകും. ഓക്കെ, അത് തിരിച്ച് അയക്കുന്നതാണ് എന്ത്? പെർസെപ്ഷൻ. ഓക്കെ, ആ മെമ്മറിയിൽ അത് നിന്നിട്ട് തിരിച്ച് എനിക്ക് പിന്നീട് ഓർമ്മ വരികയാണ്, എൻ്റെ കൈ ഇവിടെ, പെണ്ണ് ഇവിടെ കയ്യിൽ തൊട്ടിരുന്നു എന്ന് ഓർമ്മ വരുന്നതാണ് പെർസെപ്ഷൻ. സെൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കുണ്ടാവുന്ന ആ ടൈമിൽ എനിക്കുണ്ടാവുന്ന ആ ഒരു ഫീല്, അതാണ് സെൻസേഷൻ. ഓക്കെ, ദെൻ യുക്തിചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റീസണൽ തിങ്കിങ്, അല്ലെങ്കിൽ നമ്മൾ മാത്സിലൊക്കെ ഉപയോഗിക്കുന്ന, അല്ലെ ഒരു പ്രശ്നം വരുമ്പം നമ്മൾ അതിനെന്ത് ചെയ്യുക, പരിഹാരം കാണാനും വേണ്ടിയിട്ട് വളരെ യുക്തിഭദ്രമായിട്ട് ആലോചിച്ച് മനസ്സിലാക്കിയിട്ടൊരു സൊല്യൂഷൻ കാണാം, അതാണ് യുക്തിചിന്തയിൽ വരുന്നത്. അടുത്തത് സർഗാത്മകത. നമുക്കറിയാം ക്രിയേറ്റിവിറ്റി, ഒരു കാര്യത്തെ ആരും ചിന്തിക്കാത്ത രീതിയിൽ പുതുതായിട്ടൊരു കാര്യം കണ്ടെത്തുക അല്ലെങ്കിൽ ഒരു അറിവ് പകരുന്നതിനാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയാം. ദെൻ ഇപ്പോൾ പറഞ്ഞു പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു നടന്ന കാര്യം നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ആ ഒരു സംഭവം, അതാണ് പെർസെപ്ഷൻ. അപ്പോൾ അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്, കുട്ടി രാവിലെ കണ്ട റോസാപ്പൂവിൻ്റെ കളർ അടക്കി കുട്ടിയുടെ മനസ്സിലുണ്ട്. ഓക്കെ, സോ അടുത്ത ചോദ്യം, അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ഏതാണ് എന്നാണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, അതായത് ഇത്തവണ കാറ്റഗറി 1-ലും ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ ഓപ്ഷൻ എ ശാരീരിക അടിസ്ഥാന ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സ്, ഓപ്ഷൻ ബി സുരക്ഷാ ആവശ്യങ്ങൾ അല്ലെങ്കിൽ സേഫ്റ്റി നീഡ്സ്, ഓപ്ഷൻ സി സ്നേഹവും സ്വന്തബോധവും അല്ലെങ്കിൽ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, ഓപ്ഷൻ ഡി ആത്മസാക്ഷാത്കാര ആവശ്യങ്ങൾ അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ. പഠിച്ച ഒരാൾക്കറിയാം പിരമിഡിൻ്റെ ഏറ്റവും ടോപ്പ് വരുന്നതാണ് ആത്മസാക്ഷാത്കാരം. നമുക്ക് പിരമിഡ് ഒന്ന് നോക്കാം. സോ ആദ്യം ഏറ്റവും ബേസ് അടിത്തട്ടിൽ വരുന്നതാണ് ഫിസിയോളജിക്കൽ നീഡ്സ്, അതായത് നമുക്കൊരു പാർപ്പിടം, ഭക്ഷണം, പിന്നെന്താ വസ്ത്രം, ഇത്തരത്തിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഫിസിയോളജിക്കൽ നീഡ്സിൽ വരിക. പിന്നെ വരുന്നതാണ് സേഫ്റ്റി നീഡ്സ്, അതായത് നമുക്ക് എന്താണ് സ്വന്തമായിട്ടൊരു എന്താ പറയുക വീട്, കുടുംബം, അത്തരത്തിലുള്ളൊരു സേഫ്റ്റി ഫീൽ വരുന്നതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ലവ് ആൻഡ് ബിലോങ്ങിനെസ്, വീടായി എല്ലാം ആയി, ഇനി എന്ത് ചെയ്യണം, ലവ് കിട്ടണം, കെയർ കിട്ടണം, അഫെക്ഷൻ കിട്ടണം, നമ്മുടേതായിട്ടുള്ള ആൾക്കാരുണ്ട് എന്നുള്ള തോന്നലൊക്കെ വരുന്ന ആ ഒരു സ്റ്റേജാണ് ലവ് ആൻഡ് ബിലോങ്ങിനെസ്. ദെൻ എസ്റ്റീം. എസ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ജോലിയിലെത്തി, ആ ജോലിയിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള റെസ്പെക്റ്റ് ഒക്കെ കിട്ടി, അത്യാവശ്യം നമ്മളൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എന്താണ് രീതിയിൽ ലൈഫ് ഇങ്ങനെ പോകുന്ന ആ ഒരു സ്റ്റേജാണ് എസ്റ്റീം. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഏറ്റവും അറ്റ്മോസ്റ്റ് ലെവലാണ് നമുക്ക് എത്തിപ്പെടാൻ കഴിയും, നമ്മുടെ ഈ എന്താണ് ജീവിതത്തിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഏറ്റവും ടോപ്പ് ലെവൽ, അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ, ആത്മസാക്ഷാത്കാരം. ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് എന്നുള്ളത് നമ്മൾ നിർവഹിച്ച് കഴിയുന്ന ആ ഒരു സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഇതാണ് അബ്രഹാം മാസ്ലോയുടെ പിരമിഡ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിഡ്ജസ് ചാർട്ട് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ നമുക്ക് കാതറിൻ ബ്രിഡ്ജസ് കൊണ്ടുവന്നിട്ടുള്ളതാണ് ബ്രിഡ്ജസ് ചാർട്ട്. സോ വൈജ്ഞാനിക സിദ്ധാന്തം, ഓപ്ഷൻ ബി കായിക വികസനം, ഓപ്ഷൻ സി വൈകാരിക വികസനം, ഓപ്ഷൻ ഡി ഭാഷാ വികസനം.
ഓക്കെ, കാതറിൻ ബ്രിഡ്ജസ് ഏതുമായിട്ടാണ്? വൈകാരിക വികസനം, ഇമോഷണൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഓരോ ഏജിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ മനുഷ്യർക്ക് ഉണ്ടാവുന്ന ഓരോ വികാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ഒരു ചാർട്ട് നിർമ്മിച്ച ആളാണ് നമ്മുടെ കാതറിൻ ബ്രിഡ്ജസ്. ആ ചാർട്ടാണ് ഏത്? ബ്രിഡ്ജസ് ചാർട്ട് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് ZPD. ZPD എന്നാൽ അതിൻ്റെ ഫുൾ ഫോം ആണ് കേട്ടോ ചോദിച്ചത്. സോ ഓപ്ഷൻ എ ദ സോൺ ഓഫ് partial development, option B the zone of potential development, option C the zone of proximal development, and option D the zone of permanent development. So വായിച്ചിട്ടുള്ള ഒരാൾക്കറിയാം ഏതാണ്? ഓപ്ഷൻ സി the zone of proximal development ആണ് കറക്റ്റ് ആൻസർ അല്ലേ? നമുക്കറിയാം ZPDയുടെ ആ ചാർട്ടൊക്കെ ഉണ്ട്, അതായത് ഗ്രാഫ് ഉണ്ട്, ഒരാൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന അല്ലേ, അതായത് കാലെന്ന് പറയും, കറണ്ട് എബിലിറ്റി ലെവൽ ഉണ്ടാകും. അതിന്ന് നമുക്കിപ്പോൾ ഒരു ടീച്ചറായിരിക്കും, ആരെങ്കിലും ഒരാളുടെ സഹായത്തോടെ എത്തിപ്പെടാൻ കഴിയുന്ന ഒരു ഭാഗം, അതാണ് പാലെന്ന് പറയും, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ എന്ന് പറയും. അപ്പം ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു സംഭവത്തെയാണ് ZPD എന്ന് പറയാം. ഓക്കെ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, അതായത് നമ്മൾ പഠിച്ചിട്ടൊക്കെ നിൽക്കുന്ന ഒരു ഒരു ലെവൽ ഉണ്ടാകും, അതാണ് കാല്. അവിടുന്ന് നമുക്ക് എന്ത് ചെയ്തു? ഒരു കൈത്താങ് അല്ലെങ്കിൽ സ്കഫോൾഡിങ്, അതൊക്കെ നമ്മുടെ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേമാണ് കേട്ടോ. സ്കഫോൾഡിങ് നമ്മളൊരു ടീച്ചർ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമുക്കൊരു കൈത്താങ് തന്നപ്പം നമ്മളിപ്പോൾ എല്ലാ ലെവലിന് നമ്മൾ ഉയർന്നു. ഓക്കെ, അതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ, നമ്മൾ ഉയർന്നു നിൽക്കുന്ന ആ ലെവല്. അതിൻ്റെ ഇടയിലുള്ള അന്തരത്തെയാണ് നമ്മൾ ZPD കൊണ്ട് അർത്ഥാക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രീ ഗാങ് ഏജ് എന്നറിയപ്പെടുന്നത് എപ്പോഴാണ്? അപ്പോൾ ഗാങ് ഉണ്ടാവുന്നതിൻ്റെ മുൻപത്തെ ഏജ് ആണ് എന്ന് ഓർമ്മിച്ച് വെക്കാം. സോ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ശൈശവം, ആദ്യബാലം, ബാല്യാന്ത്യം, കൗമാരം. ഓക്കെ, അപ്പം ആദ്യബാല്യം അല്ലേ, മിഡിലൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നല്ല ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആവും. സോ പ്രീ ഗാങ് ആണ്, ഗാങ് ഉണ്ടാവുന്നതിൻ്റെ മുന്നത്തെ ഏജ് ആണ്, അതുകൊണ്ട് തന്നെ ആദ്യബാലം അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡിനെയാണ് പ്രീ ഗാങ് ഏജ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, കോൾബർഗിന്റെ അഭിപ്രായത്തിൽ സാമൂഹിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ധാർമ്മികതയെ ഒരു വ്യക്തിക്ക് വിലയിരുത്താൻ കഴിയുന്ന പ്രായം ഏതാണ്? So according to Kohlberg, individuals judge morality in terms of existing group norms and social rules at the age of group of. Okay, സോ അതും നേരത്തെ തന്നതുപോലെ തന്നെ ഏജ് ആണ് തന്നിട്ടുള്ളത് കേട്ടോ. 13 മുകളിൽ 4 മുതൽ 10 വയസ്സ് വരെ, 10 മുതൽ 13 വയസ്സ് വരെ, 4 വയസ്സിന് താഴെ. സോ കറക്റ്റ് ആൻസർ നമുക്കറിയാം 10 to 13 വയസ്സ് വരെയുള്ള ഏജിലാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ജെനറ്റിക് എപ്പിസ്റ്റമോളജി ആരുടെ സംഭാവനയാണ്? ഒന്നുമില്ല, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത്തവണ കേട്ടറ്റ് 2 അധികവും ഡയറക്റ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്, അപ്ലിക്കേഷൻ ലെവലൊക്കെ വളരെ കുറവാണ്. സോ ഓപ്ഷൻ എ പിയാഷെ, ഓപ്ഷൻ ബി വൈഗോഡ്സ്കി, ഓപ്ഷൻ സി ബ്രൂണർ, ഓപ്ഷൻ ഡി അസുബൽ. നമുക്കറിയാം ഓപ്ഷൻ എ പിയാഷെ, പിയാഷെയുടെ സംഭാവനയാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ചങ്കിങ് എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ ചങ്സ് അല്ല, ഇത് ചങ്കിങ്. സോ അത് വരുന്നത് ഓപ്ഷൻ എ ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷൻ, ഓപ്ഷൻ ബി ഓർമ്മ അല്ലെങ്കിൽ മെമ്മറി, ഓപ്ഷൻ സി ചിന്ത തിങ്കിങ്, ഓപ്ഷൻ ഡി വികാരം അല്ലെങ്കിൽ ഇമോഷൻസ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഓർമ്മയാണ്. അപ്പോൾ ഈ ചങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓർമ്മകളിൽ നമ്മുടെ ബ്രെയിനിൽ സൂക്ഷിക്കുന്നത് ചെറിയ ചെറിയ ഘടകങ്ങളായിട്ടാണ്. അപ്പം ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലെങ്കിൽ യോജിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ചങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, ഗിൽബോർഡിൻ്റെ ബുദ്ധി സിദ്ധാന്ത മാതൃകയിൽ മെമ്മറി ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അതായത് അതിനെ ആദ്യം എന്ത് ചെയ്യണം? ഗിൽഫോർഡിൻ്റെ ബുദ്ധി സിദ്ധാന്തത്തെ കുറിച്ചിട്ട് അറിയണം അല്ലേ. അതിൽ 3 തലങ്ങളിലായിട്ടാണ് ഓരോ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിൽ ഏതാണ് ചോദിച്ചത്? മെമ്മറി ഏതിലാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ യൂണിറ്റുകൾ, ബി ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ട്സ്, സി പ്രവർത്തനങ്ങൾ, ഡി ഉള്ളടക്കം. ഓക്കെ, കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഓപ്പറേഷൻസിലാണ്. സോ നമുക്ക് ഗിൽഫോർഡിൻ്റെ ബുദ്ധിമാതൃക നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്നതാണ് മെൻ്റൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ മാനസിക ഘട്ടങ്ങൾ. അതിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് വൈജ്ഞാനികം, നമ്മുടെ നോളേജ് വരും, നമ്മുടെ മെമ്മറി വരും,
ദെൻ ഡൈവേർജൻറ്റ് തിങ്കിങ്, അതായത് വിവ്രജന ചിന്ത, ഒരു കാര്യത്തെക്കുറിച്ച് പല രീതിയിലൂടെ ചിന്തിച്ചിട്ട് കണ്ടെത്തുക. അപ്പോൾ കോഴിക്കോട്ടേക്ക് എങ്ങനെ എത്തുകയെന്ന് ചോദിച്ചാൽ നമുക്ക് പല റൂട്ട് ഉണ്ടല്ലോ, അതുപോലെ തന്നെ അതാണ് ഡൈവേർജൻറ്റ് തിങ്കിങ്. ദെൻ കൺവേർജൻറ്റ് തിങ്കിങ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യന് ഒരൊറ്റ ആൻസർ എന്നുള്ള അത്തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ. സോ അടുത്ത വരുന്നതാണ് ഇവാലുവേഷൻ, അതായത് മൂല്യനിർണ്ണയം. ഇനി അടുത്ത സ്റ്റേജാണ് കണ്ടന്റ്, അല്ലെങ്കിൽ അടുത്ത ഘട്ടം കണ്ടന്റ്. അതിൽ വരുന്നതാണ് വിഷ്വൽ അല്ലെങ്കിൽ ഫിഗറൽ, നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ. ദെൻ ഓഡിറ്ററി, ദെൻ സിംബോളിക്, സെമാൻറ്റിക്, ബിഹേവിയറൽ. അതുപോലെ മൂന്നാമത്തെ ഘട്ടം പ്രൊഡക്റ്റിൽ വരുന്നതാണ് യൂണിറ്റ്, ക്ലാസ്സസ്, റിലേഷൻസ്, സിസ്റ്റം, ട്രാൻസ്ഫോർമേഷൻ. ഇത്രയും കാര്യങ്ങളും അതുപോലെ ആണ് പ്രൊഡക്റ്റിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പെൺകുട്ടി ഞാൻ ശോഭനയെ പോലെ നൃത്തം ചെയ്യുമെന്ന് പറയുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് ആരുടെ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ എ ഗേൾ സേസ് ഐ വുഡ് ഡാൻസ് ലൈക്ക് ശോഭന ആൻഡ് ഷീ ട്രൈസ് ഫോർ ദാറ്റ്. Okay, this concept of learning belongs to option A Bandura, option B Vygotsky, option C Asubel, option D Bruner. ഓക്കെ, നമുക്കറിയാം ആൽബർട്ട് ബന്ദൂരയുടെ ഏതാണ് നിരീക്ഷണ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ അല്ലേ. നമ്മളൊരു മോഡൽ ഉണ്ടാകും, ആ മോഡലിനെ എന്ത് ചെയ്യും, നമ്മൾ അറ്റൻഷൻ ചെയ്യും, നമ്മൾ ആ മോഡലിനെ നന്നായിട്ട് കണ്ടു പഠിക്കും. ദെൻ നമ്മളത് റിറ്റൻഷൻ ചെയ്യും, നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കും. ദെൻ മോട്ടോർ ആക്ടിവിറ്റി, നമ്മളത് ശാലക പ്രകടനങ്ങളിലൂടെ അത് കാഴ്ചവെക്കും. ഓക്കെ, അതാണ് നമ്മുടെ ആൽബർട്ട് ബന്ദൂരയുടെ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അടുത്ത ക്വസ്റ്റ്യൻ, മോറോൺ എന്നാൽ, നമ്മൾ കുട്ടികളെ തരംതിരിച്ചതിൽ മോറോൺ എന്ന കാറ്റഗറി എന്താണെന്നാണ്. ഓപ്ഷൻ എ കാഴ്ച വൈകല്യമുള്ള കുട്ടി അല്ലെങ്കിൽ വിഷ്വലി ചാലഞ്ചഡ് ചൈൽഡ്, ഓപ്ഷൻ ബി ബുദ്ധിമാന്ദ്യമുള്ള കുട്ടി മെന്റലി ചാലഞ്ചഡ് ചൈൽഡ്, ഓപ്ഷൻ സി പഠന വൈകല്യമുള്ള കുട്ടി ലേണിംഗ് ഡിസേബിൾഡ് ചൈൽഡ്, ഓപ്ഷൻ ഡി കേൾവി പ്രശ്നമുള്ള കുട്ടി അല്ലെങ്കിൽ ഹിയറിംഗ് ഇംപയർഡ് ചൈൽഡ്. സോ കറക്റ്റ് ആൻസർ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളെയാണ് നമ്മൾ മോറോൺസ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വിദ്യാർത്ഥി അധ്യാപകനിൽ നിന്നുള്ള ശിക്ഷ ഭയന്ന് എല്ലാ ദിവസവും ഗൃഹപാഠം ചെയ്യുന്നതിൻ്റെ കാരണം. ഓക്കെ, സോ ആദ്യത്തത് ആന്തരിക അഭിപ്രേരണ, ഓപ്ഷൻ ബി ബാഹ്യ അഭിപ്രേരണ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, ഓപ്ഷൻ സി അഭിരുചി കുട്ടിയുടെ ഇൻട്രസ്റ്റ്, ഓപ്ഷൻ ഡി പരാജയ ഭീതി അല്ലെങ്കിൽ ഫിയർ ഓഫ് ഫെയിലിയർ. സോ നമുക്കറിയാം കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ബാഹ്യ അഭിപ്രേരണ ആണ് അല്ലെ. ആന്തരിക അഭിപ്രേരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഇൻബോൺ ആയിട്ട് ചില കുട്ടികൾ കാണാം ആരും പറയാണ്ട് തന്നെ ഏത് ടീച്ചറെ പേടിച്ചിട്ടും അല്ലാണ്ട് സ്വന്തമായിട്ട് എനിക്ക് പഠിച്ച് ഇന്ന സ്ഥലത്തെത്തണം അല്ലെങ്കിൽ ഇന്ന പൊസിഷനിൽ എത്തണം എന്ന് വിചാരിച്ചിട്ട് കുട്ടി ഇരുന്ന് പഠിക്കും. ആ കുട്ടിയിലുള്ളതാണ് ആന്തരിക അഭിപ്രേരണ. ആ കുട്ടിക്ക് അവിടെ എത്തണം എന്നുള്ളതിന് ഒരു മോട്ടീവ് ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ട്. ഓക്കെ, നേരെ മറിച്ച് ചില കുട്ടികളുടെ കേസിൽ ബാഹ്യാഭിപ്രേരണ ആയിരിക്കും ഫലിക്കുക. അതായത് അച്ഛന് പറയാണ് SSLC ഫുൾ A+ വാങ്ങിച്ചാൽ ഒരു സൈക്കിള് മേടിച്ചു തരാം എന്ന് പറയും. അപ്പോൾ കുട്ടി ആ സൈക്കിളിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, SSLC ഫുൾ A+ നേടും. ഓക്കെ, അതാണ് ബാഹ്യാഭിപ്രേരണ, പുറത്തുനിന്നുള്ള ഒരാളുടെ ഇൻഫ്ലുവൻസ് മൂലം ആ ഒരു പൊസിഷനിൽ എത്താം. സോ ഇവിടെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, കുട്ടി ഹോംവർക്ക് എഴുതാനും വേണ്ടിയിട്ട് എന്ത് ഭയന്നിട്ടാണ്, അധ്യാപകന്റെ ശിക്ഷ ഭയന്നിട്ട് ഹോംവർക്ക് എഴുതാണ്. സോ അതുകൊണ്ടാണ് ഇവിടെ ബാഹ്യാഭിപ്രേരണ ആൻസർ ആയിട്ട് വന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, ചിൽഡ്രൻസ് അപ്രീസിയേഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ കാറ്റ് എന്ന് പറയും കേട്ടോ. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് നിർമ്മിച്ചത് ആരാണെന്നാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബെല്ലക്, മോർഗൻ, മുറേ, CG യുങ്. സോ കറക്റ്റ് ആൻസർ ബെല്ലക്. ഓക്കെ, സോ അടുത്തത് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകം ഒരു ഗ്രന്ഥമാണ്. ഇത് എഴുതിയിട്ടുള്ളത് ആരാണെന്നാണ്. ഓപ്ഷൻ എ ഗാർഡ്നർ, ഓപ്ഷൻ ബി ഗിൽഫോർഡ്, ഓപ്ഷൻ ഡി തേഴ്സൺ, ഓപ്ഷൻ ഡി സ്പിയർമാൻ. അപ്പം നമുക്കുള്ള ഒരു ബെനിഫിറ്റ് എന്തായിരുന്നു, ഫ്രെയിംസ് ഓഫ് മൈൻഡ്. അപ്പം മൈൻഡ് ആണ്, ബുദ്ധിയാണ് എന്നുള്ളൊരു, ബുദ്ധിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോ ആയിരുന്നു എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഓപ്ഷൻസ് 4 ബുദ്ധിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഇതിൽ നമ്മുടെ ഹവാർഡ് ഗാർഡ്നർ എഴുതിയിട്ടുള്ളതാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്നുള്ള ബുക്ക്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ്? അതും ഡയറക്റ്റ് ആണ്. ഓപ്ഷൻ എ ഗിൽഫോർഡ്, ഓപ്ഷൻ ബി കർട്ട് ലെവിൻ, ഓപ്ഷൻ സി ജോൺ ഡ്യൂയി, ഓപ്ഷൻ ഡി മാർക്ക് ഗാസ്പേർഡ്. സോ കറക്റ്റ് ആൻസർ മാർക്ക് ഗാസ്പേർഡ് ആണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ പൊതുവിദ്യാലയത്തിൽ എല്ലാ കുട്ടികളുടെ കൂടെയും എന്താണ് ഈ റിട്ടാർഡഡ് ആയിട്ടുള്ള ബുദ്ധിമാന്ദ്യമുള്ള അല്ലെങ്കിൽ എന്താണ് ഈ
ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള പഠന വൈകല്യമുള്ള കുട്ടികൾ ഇത്തരത്തിൽ സാധാരണ കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് അവരുടെ ക്ലാസ് റൂമിൽ അവരുടെ ബെഞ്ചുമിൽ ഇരുന്നിട്ട് പഠിക്കുന്ന ഒരു അന്തരീക്ഷം. അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, സാധാരണ അധ്യാപകർ നോർമൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കും. അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് റിസോഴ്സ് അധ്യാപകരുടെ സഹായം വേണ്ടി വരും. ഓക്കെ, ഇത്തരത്തിൽ ഉള്ള ഇപ്പോഴത്തെ നമ്മുടെ സ്കൂൾ സിസ്റ്റം, അതാണ് നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ആ വേർഡ് കൊണ്ടുവന്നിട്ടുള്ളതാണ് മാർക്ക് ഗാസ്പേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. സോ അടുത്ത ക്വസ്റ്റ്യൻ, MKO എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ്? ദ ടേം MKO വാസ് പ്രപ്പോസ്ഡ് ബൈ ഹും? കോൾബർഗ്, B വൈഗോഡ്സ്കി, C ചോംസ്കി, D സച്ച്മൻ. ഓക്കെ, സോ കറക്റ്റ് ആൻസർ വൈഗോഡ്സ്കി ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. MKO എന്താണ്? മോർ നോളേജബിൾ അതർ, മറ്റുള്ളവരെക്കാൾ കൂടുതൽ അറിവുള്ള വ്യക്തി. നേരത്തെ പറഞ്ഞു നമുക്ക് സ്കഫോൾഡിങ്, നമുക്കൊരു കൈത്താങ് തരാനും വേണ്ടിയിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി, അതാണ് MKO. ഓക്കെ, നമ്മൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് നമുക്കൊരു കൈത്താങ് തന്നിട്ട് ആ ഒരു പൊട്ടൻഷ്യൽ ലെവലിൽ എത്തിക്കാനും വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ആ ഒരു വ്യക്തി, അതിൽ വരുന്നതാണ് നമ്മുടെ ഈ MKO. ഓക്കെ, അത് കൊണ്ടുവന്നിട്ടുള്ള ആളാണ് നമ്മുടെ വൈഗോഡ്സ്കി. ഓക്കെ, സോ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. കാറ്റഗറി 2-ലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും നോക്കി. അപ്പോൾ ഇത്തവണ പ്രധാനമായിട്ടും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറേ വന്നിട്ടുണ്ട്. അപ്ലിക്കേഷണൽ ലെവൽ വളരെ കുറവാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്, കേട്ടറ്റിൻ്റെ മോഡലുകൾ എന്താണ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫുള്ള് 30 ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് കഴിഞ്ഞു നമ്മുടെ സൈക്കോളജി പാർട്ടിലുള്ള. ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.